പൊൻവെയിൽ നീരാടും നേരം സ്നാനകേളി ലോലയായി നീ താണുയർന്നു നീന്തവേ കാതരേ നിൻ മാറുലഞ്ഞു താമരപ്പൂ മൊട്ടുപോൽ കൽപ്പടവേറി നിൽപ്പകണ്ടേ നീതു ശില്പിയെ തേടുന്ന ചാരുത നീതലൗകിക സൗന്ദര്യ ദേവത പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമാ നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. താങ്ക് യു. ഓ സൂപ്പർ. എടാ സുന്ദര, എന്തോ മുണ്ടക്കൊടുത്ത് നല്ല സുന്ദരനായിട്ട് നീ പാടിയല്ല. താങ്ക് യു. സുന്ദരൻ എന്ന് പറഞ്ഞപ്പോ അങ്ങ് സുഖിച്ചല്ലേ? ആ സുന്ദരനാണോ നീ? കുറച്ച്. സുന്ദരന. എടാ നീ നല്ല സുന്ദരനാടാ. താങ്ക് യു. ചേച്ചി ഇന്ന് കവിളത്ത് പിടിക്കാൻ തോന്നുന്നുണ്ടോ? ഓ പിന്നെ, സൗന്ദര്യം മനസ്സിന്റെ ആ മോനെ, മുഖത്തിന്റെ അല്ല. സൗന്ദര്യം എന്ന് പറയുന്നത് ഉള്ളീന്ന് വരണം. അതെ, എവിടെന്ന്? ഉള്ളീന്ന് വരണം. കേട്ടാ? എവിടെന്നാ? ഉള്ളീന്ന് മനസ്സ് നന്നായാ മതി. അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സർ. മക്കളെ, എന്തോ ചക്കരെ, ആ നിന്നെ ഇത് കാണാൻ എന്ത് രസാടാ നിന്റെ മുണ്ടും. മക്കളെ, ഇത് മുണ്ട് തന്നെയാണോ അതോ തോർത്തെടുത്ത് കൊടുത്താണോ? കൊറേ കാലം ഒരു മുണ്ട് എടുത്തിട്ട് അതോ ഇതുവരെ മുണ്ടില്ല നടക്കായിരുന്നു? അന്ന് നിലാവിന്റെ അതിനെടുത്തതാ മുണ്ട്. അതേ മുണ്ടാണ് ഇത്, കഴുകാതെയോ? അതേ മുണ്ടല്ല, അത് വേറെ വേറെ മുണ്ട്, പുതിയത് മേടിച്ചു. അല്ല, നിന്റെ സൈസിന് കിട്ടുന്നുണ്ടോ മുണ്ട്? ഓ മക്കളെ, എനിക്കും കൂടെ പറഞ്ഞാടാ. എനിക്ക് കച്ചേരിക്കൊക്കെ ഞാൻ നെഞ്ചത്ത് വെച്ചാ മുണ്ട് കൊടുക്കുന്നത്. അത്ര വലിയ മുണ്ടാ എനിക്ക്. അല്ല സത്യം, എന്റെ സൈസിന് കിട്ടത്തില്ലടാ മുണ്ട്. അത് ഒരു ഉരിയ മുണ്ടുണ്ട്. ഇപ്പൊ അത് എല്ലാം കൂടെ എടുത്ത് മറ്റേ കഥകളിക്കാർ പോന്നാ ഞാൻ പോകുന്നത്. മക്കളെ, ചക്കരെ, കുഞ്ഞെ, പഞ്ചാരെ, മുത്തേ, ആരാ സെലക്ട് ചെയ്തെന്ന് മോനി പാട്ട്? ഇത് ഞാനും അമ്മയച്ഛനും അനിയനും കൊടുത്ത് പിന്നെ ചാനലില് ഗ്രൂമേഴ്സും തന്നു. ഇല്ലാത്ത ഒരു ചാനലും ഗ്രൂമേഴ്സും. ഞാനും അമ്മ അച്ഛനും അനിയത്തിയും കൂടെ സെലക്ട് ചെയ്തു. അവളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ഇതിനകത്ത്? ഇതെടുക്കും ഏറ്റാ ചോദിച്ചു. ഇതെടുക്കും ഏത്താ ചോദിച്ചു. ഇപ്പാണ് അമ്മയ്ക്ക് ഈ പാട്ട് ഓർമ്മ വന്നേ. പിന്നെ കൊടുത്ത് പിന്നെ ഇത് കിട്ടി. അവള് സെലക്ട് ചെയ്ത ആദ്യം. അതൊരു ഭീകര കൊച്ച അല്ലേ മക്കളെ? എന്നെ ഒരു ദിവസം പിടിച്ചു നിർത്തി, കൊങ്ങാക്കി പിടിച്ചു നിർത്തി വഴിയില്ല. ഞാൻ ആ പേര് കൊള്ളത്തില്ലെന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി, കരഞ്ഞു. എന്താ പേര്? നവമി. നവമി. നവമി നല്ല പേര്. നവമി എന്ത് ബോറ് പേരാ മക്കളെ. നല്ല പേരുണ്ട് മക്കളെ. തമന്ന, തൃഷ, തമന്ന, തൃഷ, ഒന്നുമില്ലെങ്കിൽ പാർവതി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ കൊച്ചു അതാ നവമി ഇടാൻ കാരണം. നവമിയുടെ അന്നാണ് ജനിച്ചത്. അല്ല, അത് അമ്മ എന്തോ ഇതിലിട്ടു. ഒരു മൂടാ സമയത്തിട്ടത് പേരാ. പക്ഷെ നല്ല കുഞ്ഞാ അവള് കേട്ടോ. നിനക്കൊരു നല്ല ചക്കര അനിയത്തിയാണ് അവള്. അപ്പൊ ഞങ്ങളുടെ സ്നേഹം കുഞ്ഞിനെ അങ്ങ് അറിയിച്ചേക്കണം നീ കേട്ടോ. മക്കളെ, നന്നായിട്ട് പാടിയടാ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. മോന്റെ ഈ തൊണ്ട മുകളിലേക്കുള്ളത് മാത്രമായിരുന്നു ഒരു കല്ലുകടി ഇതിൽ പറയണമെങ്കിൽ. അത് നമുക്ക് മനസ്സിലാവും. നിന്റെ ഒരു ഇപ്പം മോൻ പോകുന്ന ഒരു
ഒരു സ്റ്റേജ് ഒരു വല്ലാത്ത ഒരു വൃത്തികെട്ട അവസ്ഥയാണ് ആണുങ്ങൾക്ക് പറഞ്ഞാൽ. ഈ ഒരു ശബ്ദം അതുമല്ല ഇതുമല്ലാത്ത ലെവലിൽ ഇത് മോന് പാടണമെന്നുണ്ടോ അതൊട്ട് കിട്ടുന്നതുമില്ല, പാടിപ്പോയ സ്ട്രെയിനുമാണ്. പക്ഷേ കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മോൻ്റെ ജ്ഞാനം മോൻ പാടുന്നതിൽ നമുക്ക് മനസ്സിലാവും. നന്നായിരുന്നു. പൊയ്കയിലൊക്കെ എന്തൊരു അഭിനയം അവൻ. ഞങ്ങൾ അതിലങ്ങ് വീണുപോയി. പലതും കയ്യിൽ നിന്ന് കുളമായി പോകുമ്പോഴും അവൻ്റെ അഭിനയത്തിൽ അവനത് ഇങ്ങനെ എന്താണത് ഇങ്ങനൊരു സാധനം ചെറിയൊരു ഞാൻ വണ്ടോ ഞാൻ ഒരു വണ്ട ഈച്ച ഏതാണ്ടാണ് പിടിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് ശ്രുതി കൊടുക്കും അവന്. ആ മകളെ ആ പൊയ്കയിൽ ഒന്ന് പാടുവോ? ആദിത്യയോ അവസാനത്തെയോ? കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. സൂപ്പർ സൂപ്പർ സൂപ്പർ. അല്ല കാറ്റിൽ അതൊന്ന് പാടാമോ? കാറ്റിൽ തൈലകം തൈലഗന്ധമോ? അത് ആ തൈലമോനെ തൈലഗന്ധം. കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കും മോനെ. നീ കൃത്യമായിട്ടാ പാടുന്നത്, പക്ഷെ കുറച്ചും കൂടെ പെർഫെക്ഷൻ ആവാ. പാടിക്കോ. മോനെ നോട്ട്സടാ. അത് തന്നെ, അത് മുകളിൽ പാടിക്കോ. അത് മറ്റേ MBBSന്റെ കാര്യം പോലെ നീറ്റിൽ എന്ന് കുറെ നേരം കൂടെ പറഞ്ഞോണ്ടിരിക്കുക. മാർക്ക് കിട്ടിയതുമില്ല കേട്ടോ. അത് ശരിയായിക്കോണം മോനെ. കാരണം അതൊക്കെ ഈ ഒരു പാട്ടിന്റെ ഏറ്റവും ആഹാ എന്ന് പറയുന്ന അത് ആ ദാസേട്ടൻ പാടി വെച്ചേക്കുന്നത് നമുക്കൊന്നും അതിനോട് ഞാൻ ഒരിക്കലും കമ്പാരിസൺ അല്ല മോനെ. എന്നാൽ അദ്ദേഹം പാടി വെച്ചേക്കുന്നത് നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്തൊരു മനോഹരമായിട്ട് എന്തൊരു സുഖമായിട്ടാണ് പാടിയേക്കുന്നത്. അനുപല്ലി ഒന്ന് പാടിക്കും മോനെ. പൂന്തിരകൾ പൂശി നിന്നെ നിന്നെ അങ്ങനല്ല, അത് ഒന്ന് ആ നോട്ട്സിനൊരു ക്ലാരിറ്റി വരട്ടെ. നിന്നെ നീ പുഷ്പധൂളി സൗരഭം. പുഷ്പധൂളി സൗരഭം. പിന്നെ മോനെ ആ ടോപ്പിലാണ് ഉള്ള അടുത്തത് ഈ മാർത്തിങ്കണ്ട ചാർത്തി. നിന്നെ അതൊന്നും അല്ല, അന്ന് ആ നോട്ട്സ് വേണം താനും. നിന്നെ അത് മേളിലുള്ളത് മോനെ ടോപ്പ്. അത് മോനെ തൊണ്ട കുഴപ്പമായതുകൊണ്ട് പറ്റിയ കുഴപ്പങ്ങളാണ്. ആ കുഴപ്പങ്ങൾ നമ്മൾ കുഴപ്പമില്ലെന്ന് വിചാരിക്കും കേട്ടോ. കുഴപ്പമില്ല. കുറെ സന്തോഷം മോനെ. എന്തെങ്കിലും ഈ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നാൽ അതിസുന്ദരമായൊരു കോമ്പസിഷൻ മോനെ. ഇതിന് ബാക്കിയുള്ളതും കൂടെ പറയാം. ഇത് ആരാ എഴുതിയത്? ONV കുറുപ്പ് സാർ. എന്റെ ദൈവമേ, ഐ ആം സോ ഗ്ലാഡ്. കറക്റ്റായിട്ട് പറഞ്ഞു. പിന്നെ മ്യൂസിക് രവീന്ദ്ര മാസ്റ്റർ. അതറിയാമല്ലോ. പിന്നെ സിംഗർ KJ യേശുദാസ് സാർ. നിവേദ്, എന്തോ നിന്റെ സംഗീതജ്ഞാനം ഞാൻ സമ്മതിച്ചു. താങ്ക് യു സാർ. നിനക്ക് അതായത് ഉടനെ അതായത് ഹൈ പിച്ചിൽ പാടേണ്ടത് അവിടെ ശബ്ദം ഹൈ ആയതുകൊണ്ട് നിനക്കത് പാടാൻ പറ്റുന്നില്ല. പക്ഷെ നിനക്ക് ആ സംഗതി വെറുതെ വരുന്നതല്ല, അത് എന്താണെന്ന് അറിയാമെന്നുള്ളത് നീ ഉടനെ അത് ലോല് പാടി കാണിച്ചു തരുന്നുണ്ട്. നീ അതുകൊണ്ടല്ലേ അത് കാണിച്ചു തരുന്നത്. നിനക്ക് മുകളിലെത്താൻ അതിപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷനിൽ നിനക്ക് വിചാരിച്ച പോലെ പാടാൻ പറ്റാത്ത ഒരു ഇത് ഞാൻ ആലോചിക്കുകയാണിത്. ഇതിപ്പോൾ എങ്ങനെയാണിത്? അതിപ്പോൾ അതുകൊണ്ടൊരു കുഴപ്പമില്ല കേട്ടാ. പാട്ട് നമ്മൾ മ്യൂസിക്കലി കറക്റ്റായി പഠിച്ച് പാടിക്കഴിഞ്ഞാൽ ശബ്ദത്തിനൊന്നും നമ്മളിവിടെ മാർക്കൊന്നും ഇടുന്നില്ല. ശബ്ദം ഓരോരുത്തർക്ക് വിധിച്ചിട്ടുണ്ട്, അതിലെങ്ങനെ പാടുന്നു എന്നുള്ളതാണ്.
അല്ലേ? ആ. ഇപ്പൊ നീ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലേ, ആ സാധനത്തിന്റെ പേരെന്താണെന്നറിയുമോ? ഡബിൾ ബേസ് ആണ് ആയിരിക്കുന്നത്. ഡബിൾ ബേസ്. അതിൽ വായിക്കുന്ന സംഗീതം തന്നെ അതേ നൊട്ടേഷൻ തന്നെ വയലിനിൽ വായിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. വയലിനിൽ വയലിൻ്റെ ശബ്ദത്തിൽ വരും, ഫ്ലൂട്ടിൽ ഫ്ലൂട്ടിൻ്റെ ശബ്ദത്തിൽ വരും. എൻ്റെ ശബ്ദത്തിൽ നിനക്ക് എങ്ങനെയാണ്? പക്ഷെ വരുന്നതെല്ലാം സംഗീതമാണ്. അത് ഒരേ മ്യൂസിക്, ഒരേ ക്രിയേഷൻ നീ പാടുന്നു. നീ അത് നല്ല ഇഷ്ടമായി നിനക്ക്. കുറച്ചൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പാടിപ്പിച്ച ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നീ പാടുന്നുണ്ടത്. സ്കാനിങ് കറക്റ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് കാറ്റിൽ തൈലഗന്ധം, നീറ്റിൽ പൊന്നുചന്തം. അപ്പം അവിടുത്തെ ആ സ്കാനിങ് കറക്റ്റാണ്. പക്ഷെ അത് ആ സ്ട്രെയിൻ ഉള്ളത് കൊണ്ട് നിനക്ക് അവിടെ പിച്ചിങ് പോകുന്നു. കുറച്ചും കൂടി ഭാവം ചേർത്ത് പാടാനുള്ള ഒരു ചെറിയ ഫ്രീഡം പോകുന്നേ ഉള്ളൂ. ബട്ട് യു ആർ എൻ എക്സലന്റ് മ്യൂസിക്കലി ടാലന്റഡ് യങ് ബോയ്. താങ്ക് യു സർ. വളരെ ഉയരങ്ങളിലെത്തി. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി നിവേദ്, എന്തോ ഫീലേഷ്. താങ്ക് യു. ഫീലോട് ഫീല് എന്താ പറയാ, ആ കൈ കൊണ്ടുള്ള എക്സ്പ്രഷനും പോരാത്തന അതും കൂടെ. അതാ അതിലാവും മറ്റു ചില വാക്കുകളൊക്കെ മൊട്ട് പോലെ. എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊക്കെ വല്ലതും അറിയോ? ഒരു പെണ്ണിനെ വർണ്ണിക്കല്ലേ? അത്രേ ഉള്ളൂ, ആ അത്രേ ഉള്ളൂ. അപ്പൊ പക്ഷെ ആ എത്ര വയസ്സുണ്ട്? 12 വയസ്സ്. എന്തൊരു പ്രണയമാണ് പാട്ടില്. ഫീൽ വൈസ് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും മുന്നിൽ നിക്കാണ്, പ്രണയിനി മുന്നിൽ നിന്ന് ഇങ്ങനെ പാടാണ്. ഇപ്പണ്ടായിരുന്നാ സ്കൂളില് കൊറേ ഫാൻസ് ഉണ്ടോ? ഫാൻസോ? ആ, ഗേൾസ് ഫാൻസ് ഉണ്ട്. ഫ്രണ്ട്സ് ഗേൾസ് ഉണ്ടോ? ഫ്രണ്ട്സ് ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. ആ, ആരാ കൂടുതല്? ഏറ്റവും കൂടുതൽ പാട്ട് ഇഷ്ടം? അത് ബോയ്സ് തന്നെയാ. ബോയ്സാ? പാട്ട് ഇഷ്ടമുള്ളതോ? പാട്ട് ഇഷ്ടമുള്ളതും ബോയ്സ്. ഞങ്ങള് വിശ്വസിച്ചു. ധ്രുവ് പറഞ്ഞൊരു കുട്ടിയാണ്, അത് നല്ലോണം സപ്പോർട്ട് ചെയ്യും. അല്ല, ഈ ഫീലിന്റെ പിറകിലുള്ള ഒരു ഗുഡൻസ്. എങ്ങനെയാണ് ഈ ഇത്രയും ഫീല് കൊണ്ടുവരാൻ പറ്റുന്നത്? അത് ഫീല് കൊണ്ടൊന്ന് പാടാൻ ശ്രമിക്കും. അല്ല, അതെങ്ങനെയാണ്? എന്നാലും ഫീൽ എന്ന് പറയുമ്പോ എല്ലാ കുട്ടികളും പാടും. പക്ഷെ ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഫീല് വരുന്നത്? അതിനെന്തെങ്കിലും ഒരു ട്രെയിനിങ് ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇത് കണ്ടുപഠിച്ചു ഈ രീതി? അത് യൂട്യൂബിലൊക്കെ വേറെ കുറെ ആൾക്കാർ ഇങ്ങനെ പാടുമ്പോ ഞാനത് എക്സ്പ്രഷൻ കണ്ട് ആക്ടിങ് അത് കണ്ടുപഠിച്ച്. അപാരം തന്നെ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല മോനെ, സൂപ്പർ സിംഗിങ്. ഇതിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതി വെച്ചത് ആ ഫീലാണ്. നല്ല കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. മോൻ അസലായി പാടി. ഓക്കെ, വേറെ ഒന്നും ഇതിൽ പറയാനില്ല. ഈ ഫീല് തന്നെ എല്ലാ പാട്ടിലും കൊണ്ടുവരും. ഈ ഫീലല്ല, അതിന് അനുയോജ്യമായ ഫീല് കൊണ്ടുവരിക. മനോഹരമായിട്ട് പാടി, നല്ല വോയിസ്. എന്താ ഇനി ഡാൻസ് റൗണ്ട് ബാക്കിയുണ്ടെന്ന്. അപ്പൊ അതില് ആ ഫീല് കൊണ്ടുവരാമെന്ന്. അതില് ഡാൻസ് ഫീല്. അതെ, ഡാൻസ് ഫീലും അതിന്റെ പാട്ടിന്റെ ഒരു മൂഡും വെച്ച് ഞാൻ ഡാൻസ് ഒക്കെ ഉണ്ടോ അതില്? ഡാൻസ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞു? പഠിച്ചു. അപ്പൊ ഞാൻ ശരിക്കും പ്രേക്ഷകരോടൊപ്പം ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായിരിക്കും കളിപ്പിച്ചങ്ങ് തീർത്താലോ? എല്ലാരും കാത്തിരുന്നേ മതിയാവും. വേണ്ടി കാത്തിരിക്കും. ഡ്രസ് അതൊക്കെ മാറണ്ടേ? അതെ, സ്പെഷ്യൽ പെർഫോമൻസ് ആയിരിക്കും. ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും എല്ലാരും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പാടാം. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഫീലേഷ് ഇനി മാർക്ക് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. മക്കളെ കുഞ്ഞാടെ, മക്കൾക്ക് ഞാൻ 8.7 തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി? ഫീലേഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 9. താങ്ക് യു ചേച്ചി. ഇരുട്ടടി കിട്ടിയ ലക്ഷണമായി പോയി കൊച്ചിന്. പോട്ടെ സാർ. ഓക്കെ, സോ ടോട്ടൽ 17.7. അടിപൊളി. അപ്പൊ ഫീലേഷ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത ഫീലായിട്ട് വരും.